ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊരു ഭാഗമാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവോൾവ്സ് ഫോളോയിങ്. ഫസ്റ്റ് വൺ പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സിനെ സമാഹരിക്കുന്നു അല്ലെങ്കിൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്കോപ്പ് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് ദ സേവിങ്സ് ഓഫ് ദ കൺട്രി ആൻഡ് ഡയറക്ട്സ് ഇറ്റ് ഇൻ ടു ദ പ്രൊഡക്റ്റീവ് പർപ്പസസ്. ഒരു രാജ്യത്തിൻ്റെ സേവിങ്സിനെ അല്ലെങ്കിൽ എക്കണോമിക് സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുന്നതിനും അതിനെ പ്രൊഡക്റ്റീവ് പർപ്പസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിനും ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫേഴ്സ് അവന്യൂസ് ഫോർ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സേവിങ്സ് വിച്ച് ക്രിയേറ്റ് ഇൻകം ആൻഡ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫർദർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫേഴ്സ് അവന്യൂസ് ഫോർ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സേവിങ്സിനെ പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിനും ഫർദർ ക്യാപിറ്റൽ ഫോർമേഷനും അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. ഫസ്റ്റ് പറയുന്ന മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് ദ സേവിങ്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫേഴ്സ് അവന്യൂസ് ഫോർ ദ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സേവിങ്സ് വിച്ച് ക്രിയേറ്റ് ഇൻകം ആൻഡ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫർദർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സേവിങ്സിനെ പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിനും ഫർദർ ക്യാപിറ്റൽ ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ആദ്യത്തെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. രണ്ടാമത് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ. ഹ്യൂജ് എമൗണ്ട് ഈസ് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഫൗണ്ടേഷൻ. ഇൻഫ്രാസ്ട്രക്ചറൽ ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹ്യൂജ് എമൗണ്ട് എന്നുള്ളത് ആവശ്യമാണ്. സച്ച് എ ഹ്യൂജ് എമൗണ്ട് കനോട്ട് ബി കളക്റ്റഡ് ഫ്രം എൻ ഇൻഡിവിജ്വൽ ഓർ ഫ്യൂ ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വൽസിൽ നിന്നോ ഫ്യൂ ഇൻഡിവിജ്വൽസിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഹാസ് ബീൻ കളക്റ്റഡ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് ഇൻവെസ്റ്റിബിൾ സർപ്ലസ്. അത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിൽ നിന്ന് മാത്രമാണ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റിബിൾ സർപ്ലസ് ഉള്ള ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൽ നിന്ന് മാത്രമാണ് അത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Capital market is a major source from which huge amounts can be collected by issuing shares and debentures. ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു മേജർ സോഴ്സാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു മേജർ സോഴ്സാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഹ്യൂജ് എമൗണ്ട് ഈസ് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഫൗണ്ടേഷൻ. ഇൻഫ്രാസ്ട്രക്ചറൽ ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹ്യൂജ് എമൗണ്ട് എന്നുള്ളത് ആവശ്യമാണ്. Such a huge amount cannot be collected from an individual or few individuals. ഒരു ഇൻഡിവിജ്വൽസിൽ നിന്നോ ഫ്യൂ ഇൻഡിവിജ്വൽസിൽ നിന്നോ അത്തരത്തിൽ ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഹാസ് ബീൻ കളക്റ്റഡ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് ഇൻവെസ്റ്റിബിൾ സർപ്ലസ്. ഇൻവെസ്റ്റിബിൾ സർപ്ലസ് ഉള്ള ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിന് മാത്രമാണ് അത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മേജർ സോഴ്സ് ഫ്രം വിച്ച് ഹ്യൂജ് എമൗണ്ട്സ് ക്യാൻ ബി കളക്റ്റഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു മേജർ സോഴ്സാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓഫേഴ്സ് ഇൻസെൻറ്റീവ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ്സ് ടു സേവിങ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതോടൊപ്പം തന്നെ സേവിങ്സിനുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സിൻ്റെ സേവിങ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഡ് റേഞ്ചസ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറൻറ്റ് റേറ്റ്സ്. വ്യത്യസ്ത റേറ്റുകളിൽ മാർക്കറ്റിൽ വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറൻറ്റ് റേറ്റ്സ്. ഡിഫറൻറ്റ് റേറ്റ്സിൽ വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റികൾ മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് നാലാമത് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ട്സ് ആസ് ദ വിൻഡോ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷൻ. രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കുള്ള ഒരു വാതിലായിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് വർക്ക്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സേവേഴ്സും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഐഡിയൽ ഫണ്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ ചാനലൈസ്ഡ് ടു ദ പ്രൊഡക്റ്റീവ് പർപ്പസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സഹായത്തോടു കൂടെ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഐഡിയൽ ഫണ്ടുകളെ ചാനലൈസ് ചെയ്യുന്നുണ്ട്. ദസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ബൈ ഇൻക്രീസിംഗ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ടോട്ടൽ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതും ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. അടുത്ത അഞ്ചാമത്തത് ഇൻ്റഗ്രേറ്റ്സ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറൻറ്റ് പാർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ സബ് പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ചേഴ്സ് മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ് എക്സെട്ര.
ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സബ് പാർട്ടുകൾ എന്നുള്ളതിൽ പ്രധാനമായിട്ടും വരുന്നത് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ് എന്നിവയാണ്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് എ ക്ലോസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറൻറ്റ് പാർട്സുകൾ തമ്മിൽ ക്ലോസ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ടു ബ്രിങ് എ യൂണിഫോം ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ എൻറ്റയർ എക്കണോമി. എൻറ്റയർ എക്കണോമിയിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂണിഫോമായിട്ട് നടപ്പിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എക്സ്പേർട്ട് ഇൻ്റർമീഡിയറീസ് പ്രൊമോട്ട്സ് സ്റ്റെബിലിറ്റി ഇൻ വാല്യൂസ് ഓഫ് സെക്യൂരിറ്റീസ് റെപ്രസെൻറ്റിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ വാല്യൂസിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മെനി ഇൻ്റർമീഡിയറീസ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ദേ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ഫോർ ദ വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റികൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുകയും അതിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വൺ ഓഫ് സച്ച് കോൺസ്റ്റിറ്റ്വൻറ്റ് ഈസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിലൊരു കോൺസ്റ്റിറ്റ്വൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി മാർക്കറ്റ് ആൻഡ് ലിക്വിഡിറ്റി ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു സ്റ്റഡി മാർക്കറ്റും ലിക്വിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, introduction of new use of funds, finding new source of funds, introduction of new process, etc. are some of the innovation introduced in industrial securities market. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് ന്യൂ പ്രോസസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ന്യൂ സോഴ്സസ് ഓഫ് ഫണ്ടുകൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ന്യൂ യൂസ് ഓഫ് ഫണ്ടുകളുടെ ഇൻട്രൊഡക്ഷൻ, ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ ഇൻട്രൊഡക്ഷൻ എന്നിവയാണ്. Innovations may be in two types such as institutional innovation and financial innovation. Innovation എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷനും പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ ഇന്നോവേഷനും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്നോവേഷൻ ഗിവ്സ് എംഫസൈസ് ഓൺ ഗ്രോത്ത്, ലിക്വിഡിറ്റി, സ്റ്റെബിലിറ്റി, കൺവേർട്ടിബിലിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി എക്സെട്ര. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ ഇന്നോവേഷൻ എന്നുള്ള പ്രധാനമായിട്ടും എംഫസൈസ് കൊടുക്കുന്നത് ഗ്രോത്തിനും ലിക്വിഡിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും കൺവേർട്ടിബിലിറ്റിക്കും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ ഗിവ്സ് എംഫസൈസ് ഓൺ ഇവല്യൂഷൻ ഓഫ് ന്യൂ ലെൻഡിങ് സ്കീംസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ എന്നുള്ളത് പ്രാധാന്യം കൊടുക്കുന്നത് ന്യൂ ലെൻഡിങ് സ്കീമുകൾക്കും അതുപോലെ തന്നെ ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, ലീസ് ഫിനാൻസിങ്, വെഞ്ചർ ക്യാപിറ്റൽ, മർച്ചൻറ്റ് ബാങ്കിങ് എക്സെട്ര. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻട്രൊഡക്ഷൻ, ലീസ് ഫിനാൻസിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ, മർച്ചൻറ്റ് ബാങ്കിങ് എന്നിവയൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ അടുത്ത് പറയുന്നത് ദ ക്യാപിറ്റൽ റേസ്ഡ് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഫോർ അക്വയറിംഗ് ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് സോ ദാറ്റ് ദ എൻറ്റയർ നാഷൻസ് ഗെറ്റ് ബെനിഫിറ്റഡ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി അക്വയർ ചെയ്യാൻ വേണ്ടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സോ ദാറ്റ് ദ എൻറ്റയർ നാഷൻസ് ഗോട്ട് ബെനിഫിറ്റഡ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ നാഷന് പൂർണ്ണമായിട്ട് ബെനിഫിറ്റ് നേടിക്കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ക്യാപിറ്റൽ റേസ്ഡ് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റൽ എന്നുള്ളത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഫോർ അക്വയറിംഗ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലേറ്റസ്റ്റ് ടെക്നോളജി അക്വയർ ചെയ്യാൻ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ദാറ്റ് ദ എൻറ്റയർ നാഷൻസ് ഗെറ്റ് ബെനിഫിറ്റഡ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ നാഷൻസിന് ബെനിഫിറ്റ് എന്നുള്ളത് അതിൽ കൂടെ ലഭിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ നാഷൻ. ക്യാപിറ്റൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ എക്കണോമി. എക്കണോമിയുടെ പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ഷൻ്റെ ഇൻക്രീസും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി വിച്ച് ഇൻ ടേൺ ഹെൽപ്സ് ടു എൻഹാൻസ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ നാഷൻ. ഇത് ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് വെൽഫെയറിനെ എൻഹാൻസ് ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒമ്പതാമത്തെ ഒരു പ്രാധാന്യം പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ എക്കണോമി. എക്കണോമിയുടെ പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യുന്നതിന് ക്യാപിറ്റൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിച്ച് ഇൻ ടേൺ ഹെൽപ്സ് ടു എൻഹാൻസ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ നാഷൻ. നാഷൻ്റെ എക്കണോമിക് വെൽഫെയർ എൻഹാൻസ് ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, രണ്ടാമത്തേത് ക്യാപിറ്റൽ ഫോർമേഷൻ, മൂന്നാമത്തേത് ഓഫേഴ്സ് ഇൻസെൻറ്റീവ്സ്, നാലാമത്തേത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അഞ്ചാമത്തെ ഇൻ്റഗ്രേറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം,
ആറാമത്തത് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏഴാമത്തത് ഇന്നവേഷൻ, എട്ടാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി, ഒമ്പതാമത്തത് ഇക്കണോമിക് വെൽഫെയർ ഓഫ് ദ നാഷൻ. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു ടേം പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളൊരു ടേമാണ്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് നോക്കാം. ഇൻസൈഡർ ട്രേഡിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ പേഴ്സൺസ് who possess price sensitive information about the company on account of their fiduciary capacity involving confidence or trust. അതായത് ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസോ ട്രസ്റ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ പ്രത്യേക ആറ്റിറ്റ്യൂഡ് മുഖാന്തരമോ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റികളുടെ വാങ്ങലോ വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. ദ സെബി ഇൻസൈഡർ റെഗുലേഷൻസ് 1992 പ്രോഹിബിറ്റ്സ് ഡീലിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ കൗൺസിലിംഗ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള മാറ്ററുകൾക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാനും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു റെഗുലേഷനായിട്ട് പറയുന്നത്. ദ ഇൻസൈഡർ ട്രേഡിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റികളുടെ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് ബൈ പേഴ്സൺസ് who possess price sensitive information about the company. കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പോസസ് ചെയ്യുന്ന പേഴ്സൺസ് അവരുടെ സെക്യൂരിറ്റികളുടെ പർച്ചേസോ സെയിലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ഫിഡൂഷ്യറി കപ്പാസിറ്റി ഇൻവോൾവിംഗ് ദ കോൺഫിഡൻസ് ഓർ ട്രസ്റ്റ്, കോൺഫിഡൻസോ ട്രസ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഫിഡൂഷ്യറി കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പേഴ്സൺസ് കൈമാറ്റം ചെയ്യുക. അതായത് സെക്യൂരിറ്റികളുടെ വാങ്ങലോ വിൽപ്പനയോമായി ബന്ധപ്പെട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. വിലപ്പെട്ട ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക, പണത്തിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൈമറി പർപ്പസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ദ സെബി ഇൻസൈഡർ റെഗുലേഷൻസ് 1992 പ്രൊഹിബിറ്റ്സ് ഡീലിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ കൗൺസിലിംഗ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള മാറ്ററുകൾക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനെ പ്രൊഹിബിറ്റ് ചെയ്യലുമാണ് സെബി ഇൻസൈഡർ റെഗുലേഷൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് പ്രധാനമായിട്ടും ചെയ്യുന്നത് കമ്പനിയുമായിട്ട് നേരിട്ട് അടുപ്പമുള്ള അതിൻ്റെ അക്കൗണ്ടൻസ്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓഫീസേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് സാധാരണഗതിയിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്നത്. അതായത് അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇതിലൂടെ മാനിപ്പുലേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസാണ് സെബി ആയിട്ടാണ് സെബി ഇതിനെ കണക്കാക്കുന്നത്. സോ കമ്മ്യൂണിക്കേറ്റിംഗ് എനി പബ്ലിഷ്ഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഹിസ് റിക്വസ്റ്റ് ഫോർ ഇൻസൈഡർ ട്രേഡിംഗ്. ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ളത് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ കൗൺസിൽ ഓർ പ്രൊക്യൂർ എനി അതർ പേഴ്സൺ ടു ഡീൽ ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് എനി കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ്റെ ബേസിസിൽ സെക്യൂരിറ്റികളുടെ മുകളിൽ ഡീൽ ചെയ്യുക, അതുപോലെ തന്നെ കൗൺസിൽ ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതും ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കൗൺസിൽ ഓർ പ്രൊക്യൂർ എനി അതർ പേഴ്സൺ ടു ഡീൽ ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് എനി കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ്റെ ബേസിസിൽ കമ്പനിയുടെ സെക്യൂരിറ്റികളായിട്ട് ഡീൽ ചെയ്യുക അല്ലെങ്കിൽ പേഴ്സൺസ് പ്രൊക്യൂർ ചെയ്യുക, കൗൺസിൽ ചെയ്യുക എന്നിവയും ഇൻസൈഡർ ട്രേഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെബിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 1992 സെബി ആക്ടിൻ്റെ പ്രകാരമുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റ് ദ ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ പേഴ്സൺസ് ഹു പോസസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പോസസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ പർച്ചേസോ സെയിലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വ്യക്തിക്ക് പണത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യുക. ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ഫിഡൂഷ്യറി കപ്പാസിറ്റി, അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത്, അതായത് കമ്പനിക്ക് അവരുടെ മുകളിലുള്ള വിശ്വാസത്തിന് അവർ ചൂഷണം ചെയ്യാനർത്ഥം. ഇൻവോൾവിംഗ് കോൺഫിഡൻസ് ഓർ ട്രസ്റ്റ്. സെബി ഇൻസൈഡർ റെഗുലേഷൻ 1992 പ്രൊഹിബിറ്റ്സ് ഡീലിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ കൗൺസിലിംഗ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മാറ്ററിനെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡീലിംഗ് ചെയ്യുക, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൽ വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ലെയ്ഡ് ഡൗൺ ദാറ്റ് നോ ഇൻസൈഡർ ഷാൾ കമ്മ്യൂണിക്കേറ്റ് എനി അൺപബ്ലിഷ്ഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഹിസ് റിക്വസ്റ്റ് ഫോർ ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് സെബിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു പബ്ലിഷ്ഡ് ഇൻഫർമേഷനും സെൻസിറ്റീവ് ഇൻഫർമേഷനും ഒരു ഇൻസൈഡറും കൈമാറ്റം ചെയ്യാൻ പാടില്ല.
അതുപോലെ തന്നെ കൗൺസിൽ ഓർ പ്രൊക്യൂർ എനി അതർ പേഴ്സൺ ടു ഡീൽ ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എനി കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രകാരം കമ്പനിയുടെ സെക്യൂരിറ്റികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള അധികാരം ഒരു ഇൻസൈഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണാം. ഓക്കെ, താങ്ക് യു.